ഇപ്പം നമ്മുടെ മഞ്ഞുകാലമാണ്. അപ്പം നമ്മുടെ എല്ലാം വീട്ടിൽ കുറച്ച് പച്ചക്കറി വേണ്ടേ? നമുക്ക് നമ്മുടെ വീട്ടിൽ കുറച്ച് പച്ചക്കറിയൊക്കെ മഞ്ഞുകാല വിളകൾ ഉണ്ടാക്കിയാലോ? അതെങ്ങനെയാണെന്ന് കണ്ടാലോ? ഓക്കെ അല്ലേ? കൂടെ ഇല്ലേ നിങ്ങളെല്ലാം? എന്നാൽ കൂടെയുള്ളൊരു വാ, നമുക്ക് അതൊന്ന് കണ്ടു നോക്കാം എങ്ങനെയാണെന്ന്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ ആർട്സ് ഗാർഡനിലേക്ക് സ്വാഗതം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ശീതകാല പച്ചക്കറി എങ്ങനെ വളപ്രയോഗമൊക്കെ നടത്താമെന്നുള്ള ഒരു ചെറിയ വീഡിയോ ഇതൊക്കെ ഞാൻ ചെയ്യുന്നതാണ്. അപ്പോൾ കുറച്ച് പേരൊക്കെ എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവർക്ക് ഗുണമാകുന്നെങ്കിൽ ആകട്ടെ എന്നോർത്താണ് വീണ്ടും ഓരോന്നൊക്കെ ആയിട്ട് നിങ്ങളുടെയൊക്കെ മുന്നിൽ വരുന്നത്, ബുദ്ധിമുട്ടിക്കാനല്ല കേട്ടോ. അപ്പം നമ്മൾ ഇന്ന് എടുത്ത് വെച്ചിരിക്കുന്ന കാളിഫ്ലവറും കാബേജുമാണ്. ഇതിന് നമ്മൾ ചെറിയൊരു ഓർഗാനിക്കാണ് വളം കൊടുക്കാൻ പോകുന്നത്, കെമിക്കൽ അല്ല. ആ വളം ഉണ്ടാക്കുന്നതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആവശ്യമുള്ളവർ കയറി കാണുക. എന്നിട്ട് ആ വളം ഒന്ന് ഉണ്ടാക്കിയിട്ട് നിങ്ങൾ ഈ ചെടിക്കൊക്കെ ഒന്ന് കൊടുത്തു നോക്കുക. ചിലർക്കൊരു സംശയമുണ്ട്, പച്ചക്കറിക്കൊക്കെ ഓർഗാനിക് കൊടുക്കുക, പ്രത്യേകിച്ച് കാബേജ് കാളിഫ്ലവറൊക്കെ. ഒരു കുഴപ്പമില്ല, ധൈര്യപൂർവ്വം നമുക്ക് കൊടുക്കാം. നല്ല ഗ്രോത്തും ഉണ്ടാകും. പിന്നെ ചിലർക്കെങ്കിലും അതിൻ്റെ വ്യത്യാസം അറിയില്ലായിരിക്കും. ഈ രണ്ടെണ്ണം ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്, ഒരെണ്ണം കാബേജ്, ഒന്ന് കാളിഫ്ലവർ. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അതിൻ്റെ ഇലയൊക്കെ നിങ്ങളെ കാണിച്ചു തന്ന് അതിൻ്റെ വ്യത്യാസം നിങ്ങളെ മനസ്സിലാക്കി തരാം. അതിൻ്റെ പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ ഇല കാണുമ്പോൾ തന്നെ നമുക്കറിയാം കേട്ടോ, ഇച്ചിരി വളർന്നു വരണം എന്നാലേ അറിയത്തുള്ളൂ. പിന്നെ കാബേജ് ഇനിയിപ്പോൾ വലിയ കുഴപ്പമില്ലാതെ ഇങ്ങനെ പോകുന്നുണ്ട്. കോളിഫ്ലവർ നമ്മളൊരു കമ്പ് കുത്തി കൊടുക്കണം. വെച്ചാൽ വളരുന്നതനുസരിച്ച് ചെരിഞ്ഞു പോകും. പക്ഷേ ഇച്ചിരി ഹൈറ്റ് വെക്കും തോന്നുന്നു. അപ്പം ഞാനിത് എന്താ വളം കൊടുക്കുന്നത് നിങ്ങളെ കാണേണ്ടത് എങ്ങനെയാണെന്നുള്ളത് അറിയണ്ടേ? ആ വളത്തിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ നമ്മുടെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട്, അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ആവശ്യക്കാർ മാത്രം, താല്പര്യമുള്ളവർ മാത്രം അതിനകത്ത് കയറി ആഡാകുക. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകളോ വളത്തിനെ കുറിച്ചോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനകത്ത് പങ്കുവയ്ക്കാം. അതുപോലെ നിങ്ങളുടെ ചെടിയോ ഫ്ലവറോ ഒക്കെ അതിനകത്ത് ഷെയർ ചെയ്യണമെങ്കിൽ അങ്ങനെ ഷെയർ ചെയ്യാം. വേറെ സെയിൽ പോസ്റ്റ് ഒന്നും അതിനകത്ത് അനുവദിക്കില്ല കേട്ടോ. അപ്പോൾ നമുക്ക് വളമൊക്കെ നോക്കാം എങ്ങനെയാണെന്ന്. ഏതാ വളം ഞാൻ കൊടുക്കുന്നതെന്ന് അറിയണ്ടേ? ഇതൊക്കെ ഒന്ന് അടുത്ത് കാണണ്ടേ? ഇത് ഇത്ര ഡിസ്റ്റൻസിൽ ഇരിക്കുമ്പോഴത്തേനും നിങ്ങൾക്ക് അതിൻ്റെ ക്ലിയർ ഇത് അറിയില്ലല്ലോ. വ്യത്യാസം ഞാൻ പറഞ്ഞുതരാമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അത് അടുത്ത് വെച്ചിട്ട് ഞാൻ അതിൻ്റെ വ്യത്യാസവും വളം എന്താണെന്നും ഒക്കെ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ അതൊന്ന് നോക്കിയിട്ട് വരാം. കോളിഫ്ലവറിൻ്റെ ഇല നിങ്ങളൊന്ന് നോക്കി, എന്തെങ്കിലും വ്യത്യാസം ഫീൽ ചെയ്യുന്നുണ്ടോ? എന്തെങ്കിലും മനസ്സിലാകുന്നുണ്ടോ? ഇല്ലല്ലേ? എന്നാൽ കാബേജ് ഒന്ന് നോക്കി. ഉണ്ടോ? ഇത് ഒറ്റ നോട്ടത്തിൽ തന്നെ അറിയാം അല്ലേ? ഞാൻ പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ക്യാബേജാണ്. ഇതിങ്ങനെ ബുഷി ആയിട്ടാണ് വളരുന്നത് ക്യാബേജിൻ്റെ ഇല. പിന്നെ അതിന് കട്ടിംഗ് ഒന്നും വരില്ല. അതേസമയം നമ്മുടെ കോളിഫ്ലവറിൻ്റെ ഇലയെന്ന് പറഞ്ഞാൽ ഇത് കണ്ടോ, ഒരു കട്ടിങ് വരുന്നുണ്ട് ലീഫിന്. പിന്നെ അത് ഹൈറ്റിലാണ് പോകുന്നത്. അതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. അപ്പം ഈ മഞ്ഞുകാലത്താണ് ഇതൊക്കെ നമുക്ക് വളർത്താൻ പറ്റുന്നത്. നല്ല രീതിയിൽ വിളവ് കിട്ടും. നമുക്ക് ഇച്ചിരി വളമൊക്കെ ഇട്ട് കൊടുത്ത് കെയർ ചെയ്ത് കഴിഞ്ഞാൽ അധികം വെയിലൊന്നും വേണ്ട. ഈ രണ്ടെണ്ണമല്ല, വേറെ കുറച്ചും കൂടെ നമ്മുടെ കയ്യിലുണ്ട്. അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഈ രണ്ടെണ്ണം ഞാൻ ഇവിടെ കൊണ്ട് വെച്ചത് നിങ്ങൾക്കൊന്ന് കാണാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പോൾ വളം എന്താണെന്ന് വെച്ചാൽ, നേരത്തെ നമ്മളൊരു ഓർഗാനിക് ഫെർട്ടിലൈസർ ഉണ്ടാക്കിയായിരുന്നു. ഒരു 15 ദിവസമൊക്കെ പുളിപ്പിച്ചിട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഞാനത് ഉണ്ടാക്കിയായിരുന്നു. അതിൻ്റെ ലിങ്കാണ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാമെന്ന് പറഞ്ഞത്. അപ്പോൾ ആ ഒരു ഓർഗാനിക് ഫെർട്ടിലൈസർ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഡൈല്യൂട്ട് ചെയ്തിട്ടില്ല. ഞാനത് നിങ്ങളെ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ആ ഓർഗാനിക് ഫെർട്ടിലൈസർ. ഇത് ഇത്ര എടുത്ത് വെച്ചിട്ട് ഇതിനകത്തേക്ക് നമ്മൾ നിറയെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. അതായത് ഈ ബക്കറ്റിന് ഒരു 1/4 ഭാഗത്തിലാണ് ഞാൻ ഫെർട്ടിലൈസർ എടുത്ത് വെച്ചിരിക്കുന്നത്. അതിലേക്ക് നിറച്ച് പച്ചവെള്ളം നമ്മൾ ആഡ് ചെയ്തും കൊടുക്കുക. അത് നേർപ്പിച്ചിട്ട് വേണം. ഓർഗാനിക് അല്ലേന്ന് ഓർത്ത് വാരിക്കോരി കൊടുക്കരുത് കേട്ടോ. നേർപ്പിച്ച് വേണം ഇത് കൊടുക്കാൻ. ഞാൻ നമ്മുടെ ഓർക്കിഡിനും നമ്മുടെ പച്ചക്കറിക്കും ഒക്കെ ഞാൻ കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന വഴിക്ക് ആരെങ്കിലും നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ അതൊന്ന് കമൻറ്റ് ചെയ്യുക, ഒരു ഹൈപ്പ് തരിക. ആരും ഹൈപ്പൊന്നും തരുന്നില്ല. പിന്നെ ആദ്യമായിട്ട് ഈ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ കൂടെ ഒന്ന് കൂടുക. ഇനി ഫേസ്ബുക്കിലാണ് കാണുന്നെങ്കിൽ പേജ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, ഷെയർ ചെയ്യുക. ഇത്രയും ഞാൻ ഇതിനകത്ത് വെള്ളം ഒഴിച്ച് വെച്ചു. ഇനി നമ്മൾ ഇത് നേരെ ഡയറക്റ്റ് ഞാനിതിൻ്റെ ചോടൊക്കെ ഒന്ന് ഇളക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ. നല്ല ഒരു പോട്ടി മിക്സിലാണ് ഞാനിത് വെച്ചിരിക്കുന്നത്. ആ പോട്ടി മിക്സ് ഏതാണെന്ന് ഞാൻ അടുത്ത വീഡിയോ ചെയ്ത് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ആ പോട്ടി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മുടെ ഏത് ചെടികളും അടിച്ച് പൊളിച്ച് വളർന്നു വരും. ആ പോട്ടി മിക്സിൻ്റെ വീഡിയോ ഞാൻ ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾ അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇനി നമ്മൾ ഇത് നേരെ മുക്കിയെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ചുവട്ടിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി. ഇത്തിരി സ്മെല്ലൊക്കെ ഉണ്ടാകും കേട്ടോ.
ഓർഗാനിക് അല്ലേ, അപ്പോൾ അതിൻ്റെതായിട്ടുള്ള സ്മെല്ലൊക്കെ ഉണ്ടാകും. പക്ഷേ അതിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ ഭയങ്കര എഫക്റ്റീവായിരിക്കും. അതാരും മറന്നു പോകരുത്. ഇപ്പം ഇത്രയേ ഉള്ളൂ. ഞാൻ എല്ലാത്തിനും വളമൊന്നും കൊടുക്കുന്നത് ഞാൻ കാണിക്കുന്നില്ല. ഇനി ഞാൻ ചെയ്യുന്നത് എന്നാന്ന് വെച്ചാൽ നമ്മുടെ മറ്റുള്ള വെജിറ്റബിളൂടെ കാണിച്ചു തരാം. നോക്ക് എങ്ങനെയുണ്ടെന്ന് നമ്മുടെ കൃഷി. ഘട്ടണം കാണിച്ചപ്പോൾ നിങ്ങൾ ഓർത്ത് കാണും ചുമ്മാ പറ്റിക്കാനാണെന്നല്ലേ. എന്നാ ഞാൻ പറഞ്ഞ വേറെ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. കണ്ടല്ലോ. അപ്പം എത്രയും പെട്ടെന്ന് നിങ്ങളുമൊക്കെ ഈ മഞ്ഞുകാലം തീരുന്നതിന് മുമ്പ് നേഴ്സറി തിരക്കെ കിട്ടും ഇതിൻ്റെ തൈ. സീഡ് വാങ്ങിക്കരുത്, ദൈവത്തെ ഓർത്ത് കിളുക്കില്ല. തൈ വാങ്ങിച്ച് നിങ്ങൾ വെച്ച് ഞാൻ ഏറ്റവും പെട്ടെന്ന് തന്നെ ആ പോട്ടി മിക്സൂടെ ഞാൻ ഇട്ട് തരാം നിങ്ങൾക്ക്. ആ പോട്ടി മിക്സിൽ നിങ്ങളൊന്ന് വെക്കുക. എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് പറയുക. വെച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് ചെടികളുടെ ഈ വെജിറ്റബിൾ അല്ല കേട്ടോ, ഏത് മണ്ണിൽ വെക്കുന്ന ഏത് ചെടിയും നമ്മുടെ ആ പോട്ടി മിക്സിൽ വെക്കാം. അപ്പോൾ എത്രയും പെട്ടെന്ന് ഞാൻ അതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ആയിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പം നിങ്ങളെല്ലാം അതൊക്കെ ഒന്ന് ഉപയോഗിക്കുക. എങ്ങനെയുണ്ട്? അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത്, ഒരു കമൻറ്റ് തന്ന്, ഒരു ഹൈപ്പ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യും. നിങ്ങളുടെയൊക്കെ ഒരു ലൈക്കൊക്കെ കാണുമ്പോൾ എനിക്കുണ്ടാകുന്ന സന്തോഷം നിങ്ങളോട് പറഞ്ഞറിയിക്കാൻ എനിക്ക് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഒരാൾ ഇത്രയും കിടന്ന് പാടുപെട്ട് ഓരോന്ന് കാണിക്കുമ്പം നിങ്ങളും ആ കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രചോദനമായിരിക്കും. അപ്പോൾ ഗുണകരമായ മറ്റൊരു വീഡിയോയിൽ കൂടി വീണ്ടും കണ്ടുമുട്ടാമെന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടെ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ പൂർത്തിയാക്കുകയാണ്.